നമസ്കാരം. ടാറ്റ PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ഗവേണൻസ്, ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അത് നേരിടുന്ന വെല്ലുവിളികൾ എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇൻഫ്രാസ്ട്രക്ചർ പഠിച്ചു, വ്യത്യസ്ത തരം വ്യവഹാരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ആ ചലഞ്ചസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിവൈഡ് ആണെന്ന് അല്ലേ? എന്താണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ഒരു വ്യത്യാസം. അതോടൊപ്പം ഈ സംവിധാനങ്ങൾ, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഇല്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് പ്രയാസം കാരണം ഇന്റർനെറ്റ് ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാകും. അതോടൊപ്പം ചില റിമോട്ട് ഏരിയകളിലേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഒന്നും ചെന്ന് എത്താത്ത ഏരിയകളൊക്കെ ഉണ്ടാകും. ആ പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു ഡിജിറ്റൽ ഡിവൈഡിന് നമ്മുടെ സമൂഹം വിധേയമാകുന്നുണ്ട്. ഈ ഒരു ഡിജിറ്റൽ ഡിവൈഡ് നമ്മുടെ ഗവേണൻസ് പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്, വലിയൊരു ചലഞ്ചായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഗവൺമെന്റിന്റെ ബാധ്യത ഈ ചലഞ്ച് പരമാവധി ഡിവൈഡ് പരമാവധി കുറക്കുക എന്നുള്ളതാണ് അല്ലെ? ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ബാധ്യത എന്ന് പറയുന്നത്. ആ ബാധ്യത നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ചില പദ്ധതികളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഡിജിറ്റൽ ഡിവൈഡ് കുറക്കാൻ വേണ്ടി കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ചില പദ്ധതികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് അക്ഷയ പ്രോജക്റ്റ് ആണ്. 2002 ഈ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുള്ളത്. 2002 നവംബർ 18 മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് അക്ഷയ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 2002 നവംബർ 18, ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. മലപ്പുറം ജില്ലയിലാണ്, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം സാർ ആയിരുന്നു ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അപ്പൊ എന്താണ് അക്ഷയ പ്രോജക്റ്റ്? അക്ഷയ പ്രോജക്റ്റ് എന്തിനു വേണ്ടിയായിരുന്നു? അതായത് ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും കമ്പ്യൂട്ടർ സാക്ഷരത നൽകുക എന്നുള്ളതാണ് അക്ഷയ പ്രോജക്റ്റിന്റെ ലക്ഷ്യം. ശരിക്കും പഠിച്ചു വെക്കുക. ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും കമ്പ്യൂട്ടർ സാക്ഷരത നൽകുക എന്നുള്ളതാണ് ഈ പറയുന്ന അക്ഷയ പ്രോജക്റ്റിന്റെ ലക്ഷ്യം. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിജിറ്റൽ ഡിവൈഡ് കുറക്കാൻ പറ്റും അല്ലെ? അതായത് ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സർക്കാർ സേവനങ്ങളൊക്കെ ആ കുടുംബത്തിന് ലഭ്യമാക്കാൻ വളരെ എളുപ്പമാണല്ലോ. ആ രീതിയിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും കമ്പ്യൂട്ടർ സാക്ഷരത ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ്. കേരള സ്റ്റേറ്റ് IT മിഷനാണ് ഈ അക്ഷയ പ്രോജക്റ്റിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് IT മിഷന് കീഴിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അക്ഷയ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലാണ് ഇത് ആരംഭിച്ചത്. ഒരു പൈലറ്റ് പഞ്ചായത്ത് ജില്ലയായിട്ട് മലപ്പുറം ജില്ലയാണെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2002 നവംബർ 18 ഉദ്ഘാടനം ചെയ്തത്. ഈ അക്ഷയ പ്രോജക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ്. ഫിലിം സ്റ്റാർ മമ്മൂട്ടിയാണ് അക്ഷയ പ്രോജക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡർ. ഇതിന്റെ ഗോൾ എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു? അറ്റ്ലീസ്റ്റ് 1 person ഇൻ എവറി ഫാമിലി ടു ബി കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ഇൻ ദാറ്റ് ഡിസ്ട്രിക്ട്. ആ ജില്ലയിലെ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുള്ള ലക്ഷ്യം. അതുവഴി ഡിജിറ്റൽ ഡിവൈഡ് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലിറ്ററേറ്റ് ജില്ലയായിട്ട് മലപ്പുറം ജില്ലയെ അന്ന് പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു അക്ഷയ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് കമ്പ്യൂട്ടർ സാക്ഷരത നൽകിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ കംപ്ലീറ്റ് ഈ സാക്ഷരത കൈവരിച്ചിട്ടുള്ള ജില്ല എന്നുള്ള ബഹുമതിയൊക്കെ മലപ്പുറം ജില്ലയ്ക്ക് അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തിനാണ് അക്ഷയ പ്രോജക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതിന്റെ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 2002 നവംബർ 18 ഇനാഗുറേറ്റ് ചെയ്തത്. കലാം സാറാണ് ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് ഇത് തുടക്കം കുറിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ടാറ്റ PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ചിൻ്റെ 2ാമത്തെ ബാച്ച് ജനുവരി 15 ആരംഭിക്കുകയാണ്. PSCയുടെ പുതിയ രീതികൾക്കനുസൃതമായി സ്പെഷ്യൽ ടോപ്പിക് അടക്കം കൃത്യമായിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. LSCS എക്സാമിനെ പോലെ തന്നെ സിലബസ് അറിഞ്ഞുകൊണ്ട് PSCയുടെ രീതികൾ അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള പഠന രീതികളോടുകൂടി നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്തെടുക്കാം. താല്പര്യമുള്ള ആളുകൾ 7034327690 9544166690 ഈ നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്റ്റ് ചെയ്യുക, കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. 1999 രൂപ മാത്രമാണ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്.
ഇനി അക്ഷയ പ്രോജക്റ്റിന്റെ ഒരു പിൻഗാമി എന്ന് പറയാവുന്ന ഒരു പ്രോജക്റ്റാണ് ഡിജി കേരളം പ്രോജക്റ്റ്. 2024 കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. 2024 റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് പോലും ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു ടോപ്പിക്കാണ് ഈ ഡിജി കേരളം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. 2024 ഡിജി കേരളം പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ നേരത്തെ അക്ഷയ പ്രോജക്റ്റിന്റെ ലക്ഷ്യം പറഞ്ഞു. ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും കമ്പ്യൂട്ടർ സാക്ഷരത നൽകുക എന്നതായിരുന്നു അക്ഷയ പ്രോജക്റ്റിന്റെ ലക്ഷ്യം. ഡിജി കേരളം പ്രോജക്റ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് എന്നല്ല, സമൂഹത്തിൽ എല്ലാവർക്കും 100% സാക്ഷരത കൈവരിക്കുക, ഈ ലിറ്ററസി കൈവരിക്കുക എന്നുള്ളതാണ് ഡിജി കേരളം പ്രോജക്റ്റ് കൊണ്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് എന്നുള്ള കണക്കില്ല. ഒരു കുടുംബത്തിൽ 10 പേർ ഈ ലിറ്ററേറ്റ് അല്ലാത്തവരുണ്ടെങ്കിൽ ആ 10 പേർക്കും പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ഡിജി കേരളം പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നു. അക്ഷയ പ്രോജക്റ്റും ഈ ഡിജി കേരളം പ്രോജക്റ്റും തമ്മിലുള്ള വ്യത്യാസം, അക്ഷയ പ്രോജക്റ്റ് ഒരു കുടുംബത്തിൽ ഒരാൾക്കാണ് സാക്ഷരത ലക്ഷ്യം വെച്ചതെങ്കിൽ ഡിജി കേരളം പ്രോജക്റ്റ് എല്ലാവർക്കും, സമൂഹത്തിൽ എല്ലാവർക്കും കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതിന്റെ ഘട്ടം എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പ്രോജക്റ്റ് ആരംഭിച്ചത്. 2024 നവംബർ 1 കേരളത്തെ സമ്പൂർണ്ണ ഈ ലിറ്ററസി സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. പക്ഷെ നവംബർ 1 ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ സാധിച്ചില്ല. വളരെ വൈകാതെ തന്നെ ഇതിനൊരു പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റു പല ജില്ലകളിൽ, ഒരുപാട് ജില്ലകളിൽ ഇതിന്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ. ഇനി വളരെ കുറച്ച് ഏരിയകളിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവാനുള്ളൂ. ഒരു 1-2 മാസം കൊണ്ടൊക്കെ ഇതൊരു 100% കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കാനൊക്കെ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, 14 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഈ ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് പരിശീലനം നൽകുന്നത്. 14 വയസ്സിന് മുകളിലുള്ള ഈ ലിറ്ററേറ്റ് അല്ലാത്ത എല്ലാവർക്കും പരിശീലനം നൽകും. ഇതിന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഒന്ന്, ആദ്യമാത്ത ഘട്ടത്തിൽ സർവേ ആണ്. വളണ്ടിയർമാരെ വെച്ചിട്ട് ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് സർവേ നടത്തിയിട്ട് ആരൊക്കെയാണ് ഈ ലിറ്ററേറ്റ് അല്ലാത്ത ആളുകൾ എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് ഉള്ള ഒരു സർവേ ആണ് 1ാം ഘട്ടത്തിൽ. 2ാമത്തെ ഘട്ടത്തിൽ ഈ സർവേയിലൂടെ കണ്ടെത്തിയ ഇലിറ്ററേറ്റ് അല്ലാത്ത, കമ്പ്യൂട്ടർ സാക്ഷരത ഇല്ലാത്ത ആളുകൾക്ക്, കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ഒന്നും യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് പരിശീലനം നൽകുന്ന ഒരു പരിപാടിയാണ് 2ാം ഘട്ടത്തിൽ നടന്നത്. 1ാം ഘട്ടത്തിൽ സർവേ നടത്തി ആർക്കൊക്കെയാണ് ഇതിന്റെ പരിശീലനം ആവശ്യമുള്ളത് എന്നുള്ളത് കണ്ടെത്തി. ഈ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ആളുകൾക്ക് പരിശീലനം നൽകുന്ന ഘട്ടമായിരുന്നു 2ാം ഘട്ടം. അങ്ങനെ സർക്കാർ സേവനങ്ങളൊക്കെ, അതേപോലെ ബാങ്കിങ് അടക്കമുള്ള സേവനങ്ങൾ, ഓൺലൈൻ പേയ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മൊഡ്യൂൾ ആയിരുന്നു ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മൊഡ്യൂൾ പ്രകാരമാണ് പരിശീലനം നടത്തിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ 3ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പരിശീലനം കൊടുത്ത ആളുകൾക്ക് ഇവാലുവേഷൻ ആണ്. അതായത് പരിശീലനം കൊടുത്ത ആളുകൾ കൃത്യമായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടോ, ഇത് പദ്ധതി വിജയത്തിൽ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ഒരു ഇവാലുവേഷൻ ആണ് 3ാമത്തെ ഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. ഈ ഇവാലുവേഷനിൽ ഫെയിൽ ആകുന്ന ആളുകൾ വീണ്ടും പരിശീലനം കൊടുക്കും. ആ പരിശീലനം കൊടുത്തിട്ട് വീണ്ടും ഇവാലുവേഷൻ നടത്തും. അങ്ങനെ 100% സാക്ഷരരാക്കി മാറ്റുക എന്നുള്ളതാണ്, കമ്പ്യൂട്ടർ ഈ ലിറ്ററസി കൈവരിക്കുക എന്നുള്ളതാണ് ഡിജി കേരളം പദ്ധതി കൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, 14 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് പരിശീലനം നൽകുന്നത്. ഈ 14 മുതൽ പരിശീലനം കൊടുക്കുന്നത് എത്ര വയസ്സ് വരെ എന്നുള്ള കണക്കില്ല. എത്ര പ്രായം വരെയുള്ള ആളുകൾക്കും എന്ത് ചെയ്യും, പരിശീലനം കൊടുക്കും. പക്ഷെ ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് 65 വയസ്സ് വരെയുള്ള ആളുകളെ മാത്രമാണ് ഇവാലുവേഷൻ നടത്തുക. 65 മുകളിലുള്ള ആളുകൾക്ക് ഇവാലുവേഷൻ ഇല്ല, എന്നാൽ പരിശീലനം അവർക്കും കൊടുക്കും. 14 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പരിശീലനം കൊടുക്കും. 65 വയസ്സ് വരെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇവാലുവേഷൻ നടത്തുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് കുറക്കാൻ വേണ്ടിയുള്ള 2 പദ്ധതികൾ നമ്മൾ പറഞ്ഞു. ഒന്ന് അക്ഷയ പ്രോജക്റ്റ്, മറ്റൊന്ന് ഡിജി കേരള പ്രോജക്റ്റ്. രണ്ടും ഏറെക്കുറെ ഒരേ ലക്ഷ്യത്തിൽ, ഈ ലിറ്ററസി കംപ്ലീറ്റ് ഈ ലിറ്ററസി കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് 2 പദ്ധതിയും ആരംഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത പദ്ധതി നമ്മൾ പറയുന്നത്, ഇത് ഒരു ചലഞ്ചസിൽ പറയുന്ന മറ്റൊരു കാര്യമാണ്. ഇലിറ്ററസി ഇല്ലാത്ത ആളുകൾ മാത്രമല്ല, ഇത് എത്തിപ്പെടാത്ത, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സംവിധാനം ഇല്ലാത്ത, അത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കൊണ്ട് അല്ലെങ്കിൽ ആ ഏരിയയിലേക്ക് ഇന്റർനെറ്റ് എത്താത്തത് കൊണ്ട് ഈ ഒരു കണക്ഷനൊക്കെ കിട്ടാത്ത, അതുമൂലം ഈ ഡിജിറ്റൽ ഡിവൈഡ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന് പരിഹാരമായിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് കെ-ഫോൺ പദ്ധതി എന്ന് പറയുന്നത്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കെ-ഫോണിന്റെ പൂർണ്ണരൂപം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കെ-ഫോണിന്റെ പൂർണ്ണരൂപം എന്നാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നുള്ളതാണ്.
അപ്പൊ എന്തിനാണ് കെ ഫോൺ പദ്ധതി ആരംഭിച്ചത്? കെ ഫോൺ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് കണക്ഷൻ, ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കാനുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്നത്. കെ ഫോൺ ഈസ് എ സ്റ്റേറ്റ് റൺ ഇന്റർനെറ്റ് കണക്ഷൻ സർവീസ് ഇനിഷ്യേറ്റീവ് വിച്ച് എയിംസ് ടു പ്രൊവൈഡ് ഫ്രീ ഇന്റർനെറ്റ് കണക്ഷൻസ് വിത്ത് നോൺ ഡിസ്ക്രിമിനേറ്ററി ആക്സസ് ടു ആൾ. അതായത് ഒരു വിവേചനമില്ലാതെ എല്ലാ ആളുകൾക്കും ഇന്റർനെറ്റ് കണക്ഷൻ, ഇന്റർനെറ്റ് ആക്സസ് ലഭിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം. 20 ലക്ഷത്തോളം വരുന്ന BPL കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ എന്ത് ചെയ്യും? ഈ കെ ഫോൺ കണക്ഷൻ കൊടുക്കും. അതല്ലാത്ത ആളുകൾക്ക്, APL ആയിട്ടുള്ള ആളുകൾക്ക് കണക്ഷൻ കൊടുക്കും. അവർക്ക് സൗജന്യ നിരക്കിലല്ല, അവർക്ക് ഒരു മിതമായ നിരക്കിൽ അവർക്കും കണക്ഷൻ കൊടുക്കും. അപ്പോൾ 20 ലക്ഷത്തോളം വരുന്ന BPL കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് കണക്ഷൻ കൊടുക്കുക. അതോടൊപ്പം BPL അല്ലാത്ത APL കുടുംബങ്ങൾക്ക് മിതമായ നിരക്കിലും ഈ ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അതോടൊപ്പം സർക്കാർ ഓഫീസുകളെ പരസ്പരം ഹൈസ്പീഡ് നെറ്റ്വർക്ക് വഴി ബന്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ കെ ഫോണിന് ഉണ്ട്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കെ ഫോൺ ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി ഇന്ത്യയിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ഇന്റർനെറ്റ് സർവീസ് ഉള്ള ആദ്യ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. കെ ഫോണിലൂടെ ഇന്ത്യയിൽ തന്നെ ഒരു സ്വന്തമായിട്ട് ഇന്റർനെറ്റ് സർവീസ് ഉള്ള ആദ്യ സംസ്ഥാനമായിട്ട് കേരളം മാറുന്നുണ്ട്. കെ ഫോൺ ഇനാഗുറേറ്റഡ് ഇൻ June 5, 2023 അറ്റ് ശങ്കരനാരായണൻ തമ്പി ഹാൾ, ട്രിവാൻഡ്രം. അതായത് ഈ കെ ഫോൺ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് 2023 June 5 തീയതിയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. എവിടെ വെച്ചിട്ടാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്? കേരള നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചിട്ടാണ്. ആ ഹാൾ അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. കേരളത്തിലെ ആദ്യത്തെ സ്പീക്കറായിരുന്ന ശങ്കരനാരായണൻ തമ്പിയുടെ പേരിൽ നിയമസഭയിൽ നിർമ്മിച്ചിട്ടുള്ള ഹാളാണ് ശങ്കരനാരായണൻ തമ്പി ഹാള്. ഈ ഹാളിൽ വെച്ചിട്ടാണ് 2023 June 5 മുഖ്യമന്ത്രി കെ ഫോൺ ഉദ്ഘാടനം ചെയ്തത്. ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2023 June 5 കെ ഫോൺ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇനി കെ ഫോണിന്റെ കീഴിൽ തന്നെ നടപ്പിലാക്കിയിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് കണക്ടിംഗ് ടു അൺകണക്റ്റഡ്. നമുക്കറിയാം കെ ഫോൺ നമ്മളിപ്പോ എന്താണ്, സാമ്പത്തികമായ പ്രയാസമുള്ള ആളുകൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് കെ ഫോൺ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് ചില ഏരിയകളുണ്ടാവും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല, അവിടേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ചെന്ന് എത്താൻ പറ്റാത്ത റിമോട്ട് ഏരിയകളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഗോത്രവർഗ്ഗക്കാരൊക്കെ താമസിക്കുന്ന ഹിൽ ഏരിയകളിലൊക്കെ മലമ്പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അത്തരം സ്ഥലങ്ങളിലേക്ക് കൂടി ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി റീസെന്റ് ആയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് കണക്ടിംഗ് ടു അൺകണക്റ്റഡ് എന്ന് പറയുന്ന പ്രോജക്ട്. കെ ഫോണിന് കീഴിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കണക്ടിംഗ് ടു അൺകണക്റ്റഡ്. എന്താണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം? എ പ്രോഗ്രാം സ്റ്റാർട്ടഡ് അണ്ടർ കെ ഫോൺ ടു ഡിജിറ്റലൈസ് ഷെഡ്യൂൾഡ് ട്രൈബ് ഏരിയാസ് എന്നാണ് പറയുന്നത്. അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് ഏരിയകളിൽ, ആദിവാസി ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ഏരിയകളിലെ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള കേരള സർക്കാരിന്റെ കെ ഫോൺ പദ്ധതിക്ക് കീഴിലുള്ള ഒരു പദ്ധതിയാണ് കണക്ടിംഗ് ടു അൺകണക്റ്റഡ് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് കൂടി ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെ ഈ ഒരു കണക്ടിംഗ് ടു അൺകണക്റ്റഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒന്നാമത്തെ ഫേസിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 2 ആദിവാസി മേഖലകളിൽ, എന്തൊക്കെയാണ് ആദിവാസി മേഖലകളുടെ പേര് പറയുന്നുണ്ട്, ചോനമ്പാറ, വലിപ്പാറ എന്നീ പറയുന്ന 2 ആദിവാസി ഏരിയയിലേക്ക് 103 കുടുംബങ്ങൾക്ക് കെ ഫോണിന്റെ കണക്ഷൻ കൊടുത്തുകൊണ്ടാണ് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചത്. അപ്പോൾ പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എന്ന പ്രദേശത്ത് വലിപ്പാറ, ചോനമ്പാറ എന്നീ ആദിവാസി മേഖലകളിലേക്ക് 103 കുടുംബങ്ങൾക്ക് എന്ത് കൊടുത്തു? കെ ഫോൺ കണക്ഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. അപ്പൊ ഈ പദ്ധതിക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് കൂടി പറയുന്നുണ്ട്. അത് LSTI ഫണ്ട് ഉണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉണ്ട്. അതോടൊപ്പം ഫണ്ട്സ് ഓഫ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഫണ്ടുകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം കമ്പനികളുടെ CSR ഫണ്ട് ഉണ്ട്, കോർപ്പറേറ്റ് സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന് പറയും, CSR ഫണ്ട്. ഈ CSR ഫണ്ടും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നതിന് നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയയിലേക്ക് നെറ്റ്വർക്ക് കണക്ഷനൊക്കെ എത്തിക്കുന്നതിന് ഒരുപാട് പണം ചെലവുണ്ട് അല്ലെ. അപ്പൊ ആ ചെലവുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രം കഴിയില്ല, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉണ്ട്. അതോടൊപ്പം ഈ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്, MLA ഒക്കെ ഫണ്ടുകൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം കമ്പനികളിൽ നിന്നുള്ള CSR ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പദ്ധതികളാണ് നമ്മൾ പറഞ്ഞത്. ഡിജിറ്റൽ ഡിവൈഡ് കുറക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഇത് 4. ഒന്നാമത് അക്ഷയ പ്രോജക്ട് 2002 ആരംഭിച്ച പദ്ധതിയാണ്. അക്ഷയ പ്രോജക്ട് മലപ്പുറം ജില്ലയിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. 2002 November 18 ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. 2024 നടപ്പിലാക്കിയിട്ടുള്ള
ഒരു കോംപ്രഹെൻസീവ് ഡിജിറ്റൽ ലിറ്ററസി പ്രോജക്റ്റ് ആണ് ഡിജി കേരളം പദ്ധതി. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് എന്നല്ല, എല്ലാവർക്കും, സമൂഹത്തിലെ എല്ലാവർക്കും ഈ ലിറ്ററസി നൽകുക എന്നുള്ളതാണ് ഡിജി കേരളം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഡിജി കേരളം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ആദ്യത്തെ ഘട്ടത്തിൽ സർവേ ആയിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടെ സർവേയിലൂടെ കണ്ടെത്തിയ ആളുകൾക്ക് പരിശീലനം കൊടുത്തു. 3ാമത്തെ ഘട്ടത്തിൽ പരിശീലനം കൊടുത്ത ആളുകൾ ഇവാലുവേറ്റ് ചെയ്തു. ഇവാലുവേഷനിൽ പരാജയപ്പെടുന്ന ആളുകൾക്ക് വീണ്ടും പരിശീലനം കൊടുത്തു. ആ രീതിയിലാണ് ഈ ഡിജി കേരളം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. 14 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പരിശീലനം കൊടുത്തു. 14 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകൾക്ക് മാത്രം ഇവാലുവേഷനും ചെയ്തു. അങ്ങനെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിനെ കുറിച്ച് പറഞ്ഞു, കെ-ഫോണിനെ കുറിച്ച് പറഞ്ഞു. 2023 ജൂൺ 5-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്തായിരുന്നു ലക്ഷ്യം? ഹൈസ്പീഡ് ഇന്റർനെറ്റ് എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു കെ-ഫോണിന്റെ ലക്ഷ്യം. 20 ലക്ഷത്തോളം വരുന്ന BPL കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിലും APL കുടുംബങ്ങൾക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് കണക്ഷൻ നൽകുക എന്നുള്ളതാണ് കെ-ഫോണിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് ഒരു സ്വന്തമായിട്ട് ഒരു ഇന്റർനെറ്റ് സർവീസ് ഉള്ള ഒരു സംസ്ഥാനമായിട്ട് കെ-ഫോണിനോടുകൂടി കേരളം മാറിയെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ കെ-ഫോണിന്റെ കീഴിൽ തന്നെ നടപ്പിലാക്കിയിട്ടുള്ള കണക്ടിംഗ് ടു അൺകണക്റ്റഡ്, അതായത് ഇന്റർനെറ്റ് കണക്ഷൻ എത്തിപ്പെടാത്ത ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലയിലേക്ക് കണക്ഷൻ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കണക്ടിംഗ് ടു അൺകണക്റ്റഡ് എന്ന് പറയുന്ന പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് ഇതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാനില്ല. നിർബന്ധമായിട്ടും നോട്ട് എഴുതിയിട്ട് തന്നെ പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.